നമ്മൾ ഇന്ന് എക്സ്പ്ലനേഷൻ ചെയ്യാൻ പോകുന്നത് 2017 റിലീസായ ക്ലോസ് യുവർ ഐസ് എന്ന് പറഞ്ഞ സിനിമയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പാണെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സിനിമയുടെ തുടക്കം തന്നെ കാണുന്നതാണെങ്കിൽ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഒരു റോഡ് സൈഡിൽ കൂടെ രാത്രിയിൽ കൂടെ നടന്നു പോകുന്നതാണ് കാണുന്നത്. ആ ഒരു റോഡിൽ കൂടെ ആ ഒരു പെൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചധികം പുറകിലായിട്ടാണെങ്കിൽ ഒരു മാസ്ക് ഇട്ട ആളാണെങ്കിൽ അതുവഴി നടന്ന് ആ പെൺകുട്ടിയെ പിന്തുടരുന്നുണ്ടായിരുന്നു. കുറച്ച് ഫ്രണ്ടിലേക്ക് ചെന്നതിന് ശേഷമാണെങ്കിൽ ആ മാസ്ക് ഇട്ട ആളാണെങ്കിൽ ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോവുകയാണ്. ഈ തട്ടിക്കൊണ്ട് പോകുന്ന സൗണ്ടും കാര്യങ്ങളെല്ലാം കേട്ടിട്ടാണെങ്കിൽ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കുറച്ച് പുറകിലായിട്ട് ഒരു അന്ധനായിട്ടുള്ള ആൾ വരുന്നുണ്ടായിരുന്നു. അയാൾ കേൾക്കുകയാണ് ഈ സൗണ്ടും കാര്യങ്ങളെല്ലാം. എന്നാൽ പോലും ആ ഒരു അന്ധനായിട്ടുള്ള ആൾ ഇതിന് പ്രതികരിക്കുന്നതും കാര്യങ്ങളൊന്നുമില്ല. ഒന്നും അറിയാത്ത രീതിയിലാണെങ്കിൽ ആ ഒരു അന്ധനായിട്ടുള്ള ആൾ നടന്ന് പോവുകയാണ്. പിറ്റേ ദിവസം വാർത്ത കേൾക്കുന്നതാണെങ്കിൽ ഒരു മുറിക്കുള്ളിലാണെങ്കിൽ ആ തട്ടിക്കൊണ്ട് പോയ പെൺകുട്ടിയാണെങ്കിൽ മരിച്ച നിലയിൽ കിടക്കുന്നു എന്നതാണ്. അവിടെ കുറേ അധികം പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് കേസ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ പോലും അതിലെ മെയിനായിട്ടുള്ള ആ ഉദ്യോഗസ്ഥരാണെങ്കിൽ വേറെ ഒരു മുറിയിലാണെങ്കിൽ ഒരു ചുമല നിറത്തിലുള്ള ഒരു കുരിശടയാളം കാണുകയാണ്. ഇതേ സമയത്താണെങ്കിൽ മറ്റൊരിടത്താണെങ്കിൽ കിംഹ്യു എന്ന് പറഞ്ഞ ഒരു അന്ധനായിട്ടുള്ള ആളാണെങ്കിൽ അവിടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കിംഹ്യുവിനാണ് നമ്മുടെ സിനിമയുടെ തുടക്കത്തിലാണെങ്കിൽ ആ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോകുന്ന സമയത്താണെങ്കിൽ ആ റോഡിൻ്റെ എതിർ സൈഡിൽ കൂടെ നടന്നു പോയത് നമ്മൾ കണ്ടത്. അപ്പം ഈ ഒരു മാളിലാണെങ്കിൽ കുറേ അധികം ആൾക്കാർ വരുന്നതാണ്. അത് മാത്രമല്ല ഈ ഒരു കിംഹ്യുവിൻ്റെ അടുത്ത് വന്ന് കുറേ ആൾക്കാർ വന്ന് സംസാരിക്കുകയും അവരുടെ ജീവിതത്തിലെ നടന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു കിംഹ്യുവിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാറുമുള്ളതാണ്. ഇതേ സമയത്താണ് ഒരു ജോഫു എന്ന് പറഞ്ഞ ഒരാൾ ഈ ഒരു കിംഹ്യുവിൻ്റെ അടുത്ത് വന്ന് ഇരിക്കുന്നത്. ഈ ജോഫു എന്ന് പറഞ്ഞ ആളാണെങ്കിൽ മിക്ക ദിവസങ്ങളിലും ഈ ഒരു ആളുടെ അടുത്ത് വന്ന് സംസാരിക്കാറുള്ളതാണ്. ഇത് ജോഫു ആണെങ്കിൽ ഈ ഒരു കിംഹ്യുവിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, ഞാൻ ഇന്നലെ ഒരു കൊലപാതകം നടത്തിയെന്നും അതെങ്ങനെ നടത്തിയെന്നും ഈ ഒരു ജോഫു ആണെങ്കിൽ ഒരു കിംഹ്യുവിൻ്റെ അടുത്ത് വന്ന് വിശദീകരിക്കുകയാണ്. അപ്പം ഇതെല്ലാം കേട്ടിട്ടാണെങ്കിൽ ഒരു കിംഹ്യുവിന് ആകെ എന്തോ ഒരു ടെൻഷനും പേടിയെല്ലാവും ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കൊലപാതകം നടത്തിയെന്നാണല്ലോ ഒരു ജോഫു ഒരു കിംഹ്യുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് സത്യമാണോ അല്ലയോ എന്നൊന്നും ഈ ഒരു കിംഹ്യുവിന് അറിയത്തില്ലായിരുന്നു. ഏറ്റവും അവസാനം വളരെ ചിരിച്ചുകൊണ്ട് ഒരു ജോഫ് പറയുകയാണ്, ഞാൻ ഒരു നോവൽ എഴുതുന്നുണ്ട്, ആ നോവലിലെ കഥയാണ് ഇപ്പം ഞാൻ ഇന്നലെ പറഞ്ഞതെന്ന് ജോഫു ഒരു കിംഹ്യുവിൻ്റെ അടുത്ത് പറയുകയാണ്. ഇതിന് ശേഷമാണെങ്കിൽ ഈ ജോഫു ആണെങ്കിൽ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് പോവുകയാണ്. ഇവൻ പോയതിന് തൊട്ട് പിന്നാലെയാണെങ്കിൽ കുറേ അധികം ഹൈസ്കൂൾ പെൺകുട്ടികളാണെങ്കിൽ ഒരു കിംഹ്യുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഇത് കിംഹ്യുവിൻ്റെ കുറേ ആരാധികന്മാരാണ് ഈ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ. ഇവരെല്ലാം കുറേ അധികം സമ്മാനങ്ങളും കാര്യങ്ങളെല്ലാം ആയിട്ടാണ് ഒരു കിംഹ്യുവിനെ കാണാനായിട്ട് വന്നിരിക്കുന്നത്. ഇതേ സമയത്താണെങ്കിൽ വേറൊരു വഴി കൂടെ ആണെങ്കിൽ ഈ മീറം എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി വളരെ വിഷമിച്ച് വരികയാണ്. ഇത് മീറം എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ സഹപാഠികളാണ് ഇത് കിംഹ്യുവായിട്ട് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അവിടെ കൂടെ പഠിക്കുന്ന സഹപാഠികളാണെങ്കിൽ അവർ കിംഹ്യുവായിട്ട് സംസാരിക്കുന്നത് കണ്ടിട്ടാണെങ്കിൽ ഇത് മീറം എന്ന് പറഞ്ഞ പെൺകുട്ടിയാണെങ്കിൽ അങ്ങോട്ട് മാറി ഒളിച്ചിരിക്കുകയാണ്. കാര്യം അവരുടെ സഹപാഠികൾ പോയിട്ട് വേണം തനിക്ക് ഈ ഒരു കിംഹ്യുവിൻ്റെ അടുത്തേക്ക് പോകാനും അവനുമായിട്ട് സംസാരിക്കാനും. കാര്യം ഈ ഒരു കിംഹ്യുവിനെ ആണെങ്കിൽ വളരെയധികം ഇഷ്ടമാണ് ഈ മീറം എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക്. അപ്പം അവിടെ കൂടെ ഉണ്ടായിരുന്ന കുറേ അധികം സഹപാഠികൾ പോയതിന് ശേഷമാണെങ്കിൽ ഈ ഒരു മീറം ആ ഒരു കിംഹ്യുവിൻ്റെ അടുത്ത് വന്ന് വരികയും അവർ തമ്മിൽ സംസാരിക്കുകയും ചെയ്യുകയാണ്. അവർ സംസാരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നടന്ന ആ ഒരു കൊലപാതകത്തെക്കുറിച്ചാണ്. അന്നേരം മീറം പറയാണ്, കുറച്ച് നാൾ മുമ്പാണെങ്കിൽ ഈ ഒരു കൊല്ലപ്പെട്ട സ്ത്രീ ആണെങ്കിൽ മദ്യപിച്ചിട്ടാണെങ്കിൽ നിൻ്റെ അടുത്ത് വന്ന് കുറേ അധികം സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് മീറം ഇത് കിംഹ്യുവിനോട് വന്ന് പറയാണ്. അങ്ങനെ ഈ കൊലപാതകം നടന്ന സാഹചര്യങ്ങളെല്ലാം ഒരു മീറം ഇത് കിംഹ്യുവിനോട് പറയാണ്. അന്നേരം ഈ ഒരു കിംഹ്യം വിചാരിക്കുകയാണ്, ഇതേ കാര്യങ്ങളാണല്ലോ കുറച്ച് നേരം മുമ്പ് വന്ന് ജോഫു എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് എന്ന് അവൻ വിചാരിക്കുകയാണ്. അന്നേരം ഇതെല്ലാം കേട്ടിട്ടാണെങ്കിൽ ഇത് കിംഹ്യുവിന് ആകെ പേടിയാവുകയാണ്. കാര്യം ഒരു കൊലപാതകയാണ് താൻ എൻ്റെ അടുത്ത് വന്ന് കുറച്ച് നേരം മുമ്പ് വന്ന് സംസാരിച്ച് എന്നോർത്ത് ആകെ പേടിക്കുകയാണ്. എന്നാലും ഈ ഒരു കാര്യങ്ങളൊന്നും ഈ ഒരു മീറം എന്ന ആളുടെ അടുത്ത് പറയുന്നില്ല. അന്നേരം ഒരു കിംഹ്യു ഒരു മീറത്തിനോട് പറയാണ്, നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പൊക്കോളുക എന്ന് വന്ന് പറയുകയാണ്. ഇത് കേട്ടിട്ടാണെങ്കിൽ മീറം അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോഴാണെങ്കിൽ അവളുടെ മുഖത്തുണ്ടായിരുന്ന ചതവുകളും കാര്യങ്ങളെല്ലാം കണ്ടിട്ടാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ക്ലീനിങ് തൊഴിലാളി മുഖത്തിന് എന്ത് പറ്റി എന്ന് മീറത്തിനോട് ചോദിക്കുകയാണ്. അന്നേരം മീറം പറയാണ്, ഞാൻ ഇന്നലെ ആണെങ്കിൽ വീട്ടിൽ നിന്ന് തെന്നി വീണതാണ് എന്ന് കള്ളം പറയുകയാണ്. സത്യം പറഞ്ഞാൽ അവൾ തെന്നി വീണതല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അവളാണെങ്കിൽ അവിടെ വീട്ടിൽ ചെല്ലുകയാണ്. വീട്ടിൽ ചെന്നപ്പോഴാണെങ്കിൽ
അവളുടെ പിതാവാണെങ്കിൽ ഒരു കള്ളുകൂടിയനായിരുന്നു. ഈ ഒരു മീറത്തിനോടാണെങ്കിൽ ഒരു മദ്യക്കുപ്പി ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാലും അവളാണെങ്കിൽ അതൊന്നും കേൾക്കാതെ ആണെങ്കിൽ വലിയ കാര്യമായിട്ട് മൈൻഡൊന്നും ചെയ്യാതെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് സഹിക്കാതെ ആണെങ്കിൽ ആ പിതാവാണെങ്കിൽ മദ്യക്കുപ്പി വെച്ച് അവളെ എറിയാണ്. എന്നാലും അവളെ മേത്ത് കൊണ്ടില്ല. അതാണെങ്കിൽ തറയെ വീണ് പൊട്ടുകയാണ്. ആ സൗണ്ട് കേട്ടിട്ടാണെങ്കിൽ മീറം നല്ല പേടിക്കുന്നുണ്ട്. അവിടെ നിന്നും ഇറങ്ങി ഓടിയാലോ എന്ന് പോലും ആ മീറം ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ സമയത്താണെങ്കിൽ ഇത് കിംഹ്യു ആണെങ്കിൽ രാത്രി നടന്നാണെങ്കിൽ തൻ്റെ റൂമിലേക്ക് നടന്നു പോവുകയാണ്. ഇതേ സമയത്താണ് വേറെ കുറച്ച് അകലെയായിട്ടാണെങ്കിൽ കുറച്ച് പോലീസുകാരാണെങ്കിൽ അവിടെ നിൽക്കുന്നവരോട് ഈ ഒരു കൊലപാതകത്തെക്കുറിച്ച് ചോദിക്കുന്നത്. അപ്പം ഈ ഒരു കൊലപാതകത്തെക്കുറിച്ച് അറിയാവുന്നതാണെങ്കിൽ കിംഹ്യു ആണെങ്കിൽ വേറൊരു വഴി കൂടെ തൻ്റെ റൂമിലേക്ക് പോവുകയാണ്. തൻ്റെ റൂമിൽ ചെന്ന ഉടനെ ആണെങ്കിൽ ഒരു കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആണെങ്കിൽ ആ ഒരു തൻ്റെ മുഖത്തുണ്ടായിരുന്ന ഒരു കണ്ണാടി ആണെങ്കിൽ അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ടാണെങ്കിൽ ഫ്രണ്ടിലുള്ള ആ ഒരു മിററിലേക്ക് നോക്കുകയാണ്. അന്നേരമാണ് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കിംഹ്യുവിനാണെങ്കിൽ കാഴ്ചശക്തി ഉണ്ട്, അന്ധനായിട്ട് അഭിനയിക്കുക മാത്രമാണ് ഒരു കിംഹ്യു ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നത്. ഇതേ സമയത്താണെങ്കിൽ ഒരു റോഡിലൂടെ ആണെങ്കിൽ വയസ്സായിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരു ഉന്തുവണ്ടിയും കൊണ്ട് പോവുകയാണ്. ചെറിയൊരു കയറ്റം എത്തിയപ്പോഴാണെങ്കിൽ ഈ ഒരു വയസ്സായിട്ടുള്ള ആൾക്കാണെങ്കിൽ ആ ഒരു ഉന്തുവണ്ടിയും കൊണ്ട് ആ ഒരു കയറ്റം തള്ളി കയറാനായിട്ട് പാടുപെടുകയാണ്. ഇതേ സമയത്താണ് വേറെ പുറകിൽ നിന്നാണെങ്കിൽ മാസ്കും കാര്യങ്ങളെല്ലാം ഇട്ട ഒരാൾ ഒരു ഉന്തുവണ്ടി തള്ളാനായിട്ട് സഹായിക്കുന്നത്. അപ്പം ഈ ഒരു കയറ്റം കയറി കഴിഞ്ഞ ഉടനെ ആണെങ്കിൽ ഒരു കമ്പി കഷ്ണം കൊണ്ട് ഈ ഒരു വയസ്സായിട്ടുള്ള ആളെ ആക്രമിക്കുകയാണ്. പിറ്റേ ദിവസം വാർത്ത കേൾക്കുന്നതാണെങ്കിൽ ഈ ഒരു വയസ്സായിട്ടുള്ള ആള് മരിച്ചു എന്നാണ് കേൾക്കുന്നത്. കാരണം പോലീസുകാരെ എല്ലാം ആണെങ്കിൽ ഒരു കേസ് അന്വേഷിക്കാനായിട്ട് വന്നപ്പോഴാണെങ്കിൽ അവർക്ക് മനസ്സിലാവുകയാണ് കുറച്ചു നേരം മുമ്പ് നടന്ന കൊലപാതകവും ഈ ഒരു കൊലപാതകവും ചെയ്തത് ഒരാളാണ് എന്ന് മനസ്സിലാവുകയാണ്. ഇതാരാ ചെയ്ത് എന്ന് മാത്രമാണെങ്കിൽ പോലീസിന് കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. ഈ ഒരു കേസിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ടാണെങ്കിൽ ഔദ്യോഗികമായിട്ടല്ലെങ്കിലും ഒരു ഡിറ്റക്റ്റീവ് ഉണ്ടാവുകയാണ്. അപ്പം കുറേ നേരം കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഈ ഒരു കിംഹ്യുവിനെ അടുത്തേക്കാണെങ്കിൽ ആ ഒരു ജോഫു വന്ന് ഇന്നലെ ചെയ്ത ഒരു കൊലപാതകത്തെക്കുറിച്ച് ഈ ഒരു കിംഹ്യുവിനെ അടുത്ത് വന്ന് പറയുകയാണ്. അപ്പം ഇതും കേട്ടിട്ടാണെങ്കിൽ ഒരു കിംഹ്യു ആണെങ്കിൽ ആ ടെൻഷൻ ആവുകയാണ്. ചെറിയ രീതിയിലുള്ള പേടിയും കാര്യങ്ങളെല്ലാം ആവുകയാണ്. അപ്പം ഇതെല്ലാം തന്നെ നോവലിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ജോഫു ആണെങ്കിൽ അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ ഇതിന് ശേഷമാണെങ്കിൽ ഒരു മീറം അവിടെ വരികയാണ്. അപ്പം മീറം ആണെങ്കിലും ആ ഒരു ഇന്നലെ നടന്ന ഒരു കൊലപാതകത്തെ കുറിച്ചാണ് ഈ കിംഹ്യുവിൻ്റെ അടുത്ത് വന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം കേട്ടിട്ടാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പേരാണെങ്കിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ഈ ഒരു സമയത്താണ് കുറച്ച് നേരം മുമ്പ് പറഞ്ഞ ആ ഒരു ഡിറ്റക്റ്റീവ് ഈ ഒരു കിംഹ്യുവിൻ്റെ അടുത്ത് വരികയാണ്. അന്നേരം ഈ ഒരു കിംഹ്യുവിൻ്റെ അടുത്ത് ആ ഡിറ്റക്റ്റീവ് ചോദിക്കുകയാണ്, ഈ കൊല്ലപ്പെട്ട രണ്ടുപേരും ഈ കൊലപ്പെടുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് ഈ ഒരു കിംഹ്യുവിൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് നിന്നോട് വന്ന് സംസാരിച്ചതെന്ന് ഈ ഒരു ഡിറ്റക്റ്റീവ് ആണെങ്കിൽ ഈ ഒരു കിംഹ്യുവിനോട് ചോദിക്കുകയാണ്. ഈ ഒരു ചോദ്യത്തിന് മറുപടി ഇടാണെങ്കിൽ ഈ ഒരു കിംഹ്യു പറയാണ്, ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് വരാറുണ്ടെന്നും അവരുടെ ജീവിതത്തിലെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയാറുണ്ട് എന്നും ഈ ഒരു കിംഹ്യു ആണെങ്കിൽ ഈ ഒരു ഡിറ്റക്റ്റീവിനോട് പറയുകയാണ്. അന്നേരം ഈ ഒരു ഡിറ്റക്റ്റീവ് പറയാണ്, നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ ഒരു നമ്പർ വിളിക്കുക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ ഒരു ഡിറ്റക്റ്റീവിൻ്റെ നമ്പർ കൊടുത്തിട്ടാണെങ്കിൽ ഈ ഒരു അവിടെ നിന്നും ഈ ഒരു ഡിറ്റക്റ്റീവ് പോവുകയാണ്. ഇതിന് ശേഷമാണെങ്കിൽ ഈ ഒരു മീറം ആണെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണെങ്കിൽ ഒരു വീട്ടുടമയുടെ മെസ്സേജ് വരികയാണ്. കുടിശ്ശികയുള്ള വീട്ടു വാടകയാണെങ്കിൽ ഉടനെ എനിക്ക് തരണം എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് വരികയാണ്. അപ്പം ഇത് കേട്ടിട്ട് ആകെ വിഷമമായിട്ടാണെങ്കിൽ ഈ ഒരു മീറമാണെങ്കിൽ മുതലാളിയുടെ അടുത്ത് വെച്ചെന്ന് പറയാണ്, എനിക്ക് ഇച്ചിരി പൈസ അഡ്വാൻസ് ആയിട്ട് തരാമോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ മുതലാളി അഡ്വാൻസ് ആയിട്ട് പൈസയും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. അപ്പം ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്ന വഴിക്കാണെങ്കിൽ ഇനി എന്ത് ചെയ്യും, എങ്ങനെ ഈ ഒരു വീടിൻ്റെ വാടകയും കാര്യങ്ങളെല്ലാം കൊടുക്കും എന്നൊക്കെ ഓർത്ത് ആകെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പം എങ്ങനെയെങ്കിലും പൈസ കണ്ടെത്താം എന്നൊക്കെ പറഞ്ഞ് സ്വയം ആശ്വസിപ്പിക്കുകയാണ് ഈ ഒരു മീറം. മറ്റൊരു സൈഡിൽ നോക്കുവാണെങ്കിൽ ഈ ഒരു കിംഹ്യുവിന് ആകെ പേടിയാവുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ജോഫു പറഞ്ഞ കാര്യങ്ങളും ഈ ഒരു സിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളും ഈ ഫെയിം ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒരു കൊലപാതകങ്ങൾക്കാണെങ്കിൽ ഈ ഒരു ജോഫുവിനാണെങ്കിൽ എന്തെങ്കിലും പങ്കുണ്ടാവുമോ എന്നാണെങ്കിൽ ഈ ഒരു കിംഹ്യു സംശയിക്കുന്നുണ്ട്. ഇതേ സമയത്താണെങ്കിൽ ഈ ഒരു പോലീസുകാർക്കാണെങ്കിൽ ഈ കുറ്റവാളികളെ കിട്ടുന്നുമില്ല. ഓരോ ദിവസം കഴിയും തോറുമാണെങ്കിൽ സിറ്റിയിൽ നടക്കുന്ന കൊലപാതകങ്ങളുടെ കേസ് കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ പോലീസിനും ജനങ്ങൾക്കും ആകെ പരിഭ്രാന്തി ഉണ്ടാവുകയാണ് ഈ ഒരു കേസ് മൂലം. ഈ ഒരു പോലീസും ഡിറ്റക്റ്റീവും തമ്മിൽ ചർച്ച നടത്തുന്നതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഇത് കിംഹ്യുമാണെങ്കിൽ ഒരു പബ്ലിക് ബൂത്തിൽ നിന്നുമാണെങ്കിൽ
ഈ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ്. ഒരു കേസിനെ കുറിച്ച് പറയാനാണ്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം എന്ന് പറയുകയാണ്. അന്നേരം തന്നെ ബാക്കിയൊന്നും കേൾക്കാതെ ആണെങ്കിൽ ഈ ഒരു പോലീസ് ആണെങ്കിൽ ഈ ഒരു കിം ഹ്യൂനോട് പറയുകയാണ്, നിങ്ങൾ ഉടനെ തന്നെയാണെങ്കിൽ ഈ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വരണം എന്ന് പറയുകയാണ്. പക്ഷേ ഒരു കിം ഹ്യൂമാണ് വിളിച്ചതെന്ന് ഈ പോലീസുകാർക്ക് അറിയത്തില്ല. അന്നേരം ഇത് കേട്ട് പേടിച്ച് വെച്ച ഒരു കിം ഹ്യൂനെ തപ്പാനായിട്ടാണെങ്കിൽ ഇത് പോലീസുകാർ ഉത്തരവിടുകയാണ്. ഈ കോൾ എവിടെ നിന്നാണ് വന്നത്, ആരെ വിളിച്ചതെന്നൊക്കെ കണ്ടെത്താനാണ് ഈ ഒരു കീഴ് ഉദ്യോഗസ്ഥരോട് പറയുന്നത്. അപ്പം ഇതേ സെയിം സമയത്താണെങ്കിൽ ഒരു മേയറും തൻ്റെ ജോലി കഴിഞ്ഞിട്ടാണെങ്കിൽ തൻ്റെ മുറിയിലേക്ക് പോകുന്ന വഴിക്കാണെങ്കിൽ കാണുകയാണ് തൻ്റെ വീട്ടുടമസ്ഥനാണെങ്കിൽ തന്നെ കാത്ത് ആ ഒരു വീടിൻ്റെ ഫ്രണ്ട് നിൽപ്പുണ്ട്. എന്താ കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു വീട്ടുടമസ്ഥനാണെങ്കിൽ ഈ ഒരു മേയറത്തിനോട് നേരത്തെ വന്നപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഞാൻ വരുമ്പം എൻ്റെ വീട്ടിൽ താമസിച്ചതിൻ്റെ ഈ പൈസയും കാര്യവും തന്നില്ല എന്നുണ്ടെങ്കിൽ ഈ എൻ്റെ കൂടെ കിടക്ക പങ്കിടണം എന്ന് ഈ ഒരു വീട്ടുടമസ്ഥൻ ഈ ഒരു മേയറത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഓർത്ത മേയറുമാണെങ്കിൽ പെട്ടെന്ന് തന്നെയാണെങ്കിൽ ആ ഒരു വീട്ടുടമസ്ഥൻ കാണാതെ അവിടെ നിന്നും വേറെ സ്ഥലത്തേക്ക് പോവുകയാണ്. എങ്ങോട്ട് പോകും എന്ന് ആലോചിച്ചാണെങ്കിൽ ഈ ഒരു മേയറം ഈ ഒരു തെരുവിലൂടെ നടക്കുമ്പോഴാണെങ്കിൽ നമ്മുടെ ഈ ഒരു കിം ഹ്യൂം ആണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു കിം ഹ്യൂമിനാണെങ്കിൽ പിന്തുടർന്നിട്ടാണെങ്കിൽ ഈ ഒരു മേയറമാണെങ്കിൽ ആ ഒരു കിം ഹ്യൂമിൻ്റെ വീട്ടിലെത്തുകയാണ്. അന്നത്തെ ഒരു ദിവസമാണെങ്കിൽ അവിടെ ചെലവഴിക്കുകയാണ്. അപ്പം ഈ ഒരു മേയറമാണെങ്കിൽ തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പ്രണയം ഈ ഒരു കിം ഹ്യൂമിനോട് പറയുകയാണ്. അടുത്തത് ദിവസമാണെങ്കിൽ ഈ ഒരു ഡിറ്റക്റ്റീവും പോലീസുകാരും ഈ ഒരു കിം ഹ്യൂം കോൾ വിളിച്ച സ്ഥലം കണ്ടുപിടിച്ചിട്ടാണെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് വരികയാണ്. അവിടെ അടുത്തുണ്ടായിരുന്ന ആ ഒരു CCTVയുടെ സഹായത്തിലാണെങ്കിൽ ഒരു കിം ഹ്യൂമാണ് പോലീസുകാരെ വിളിച്ചത് എന്ന് മനസ്സിലാക്കുകയാണ്. അതിന് ശേഷമാണെങ്കിൽ ഈ ഒരു കിം ഹ്യൂമിൻ്റെ അടുത്തേക്കാണെങ്കിൽ ആ ഒരു ഡിറ്റക്റ്റീവ് വരികയാണ്. അന്നേരം ഈ ഒരു ഡിറ്റക്റ്റീവ് ഒരു കിം ഹ്യൂമിനോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇന്നലെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചത് എന്ന് ചോദിക്കുമ്പോഴാണെങ്കിൽ ഒരു കിം ഹ്യൂം പറയുകയാണ്, ഞാൻ വിളിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. അന്നേരം ഈ ഒരു ഡിറ്റക്റ്റീവ് ആണെങ്കിൽ ചോദിക്കുകയാണ്, നിന്റെ ഡിസബിലിറ്റി കാർഡ് തരാൻ പറയുകയാണ്. അന്നേരം അത് ചെക്ക് ചെയ്യാനായിട്ടാണെങ്കിൽ ഒരു കിം ഹ്യൂം അത് കാർഡ് ഈ ഒരു ഡിറ്റക്റ്റീവ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് ശേഷം ഇതെല്ലാം പരിശോധനയ്ക്ക് ശേഷമാണെങ്കിൽ ഈ ഒരു ഡിറ്റക്റ്റീവും പോലീസുകാരും അവിടെ നിന്ന് പോവുകയാണ്. ഈ ഒരു ജോൺസു ആണെങ്കിൽ വന്നിട്ടാണെങ്കിൽ ഈ ഒരു കിം ഹ്യൂമിൻ്റെ അടുത്ത് നിന്ന് ചോദിക്കുകയാണ്, ഈ പോലീസുകാർ എന്തിനാണ് നിന്റെ അടുത്ത് വന്നതെന്ന് ചോദിക്കുമ്പോഴാണെങ്കിൽ ഈ ഒരു കിം ഹ്യൂം ആണെങ്കിൽ ആ പേടിച്ചിട്ടാണെങ്കിൽ ഒരു കള്ളം പറയുകയാണ്. നീ വീട്ടിലേക്ക് പോകുമ്പോഴാണെങ്കിൽ സൂക്ഷിച്ച് പോകണം എന്ന് പറയാനായിട്ടാണ് ഈ ഒരു പോലീസുകാർ ഈ ഒരു കിം ഹ്യൂമിൻ്റെ അടുത്ത് വന്നത് എന്നാണെങ്കിൽ ഒരു കള്ളം ഈ ഒരു കിം ഹ്യൂം ഈ ഒരു ജോസുവിനോട് പറയുകയാണ്. അന്ന് വൈകിട്ടാണെങ്കിൽ ഈ ഒരു മേയറും തൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അപ്പം ഈ ഒരു കിം ഹ്യൂം പറയുകയാണ്, നിനക്ക് ഇവിടെ സ്ഥിരം താമസിക്കാനായിട്ട് പറ്റില്ല, നീ ഇന്ന് പോകണം എന്ന് പറയുകയാണ്. അപ്പം ഈ ഒരു മേയറും ചോദിക്കുകയാണ്, അവിടെ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോ കണ്ടിട്ടാണ് ചോദിക്കുന്നത്, ഈ ഫോട്ടോയിലുള്ളത് ആരാണെന്ന് എന്ന് ചോദിക്കുകയാണ്. അതൊരു പ്രത്യേകിച്ച് മറുപടി ഒന്നും ഈ ഒരു കിം ഹ്യൂം കൊടുക്കുന്നില്ല. ഈ ഒരു മേയറും പോയതിനു ശേഷം ആ ഫോട്ടോയിലൊക്കെ നോക്കിയപ്പോഴാണെങ്കിൽ അത് തൻ്റെ ഇരട്ട സഹോദരനാണ് എന്നാണ് ഈ ഒരു കിം ഹ്യൂന് മനസ്സിലായി. അപ്പം യഥാർത്ഥത്തിലാണെങ്കിൽ തൻ്റെ ഇരട്ട സഹോദരനാണ് യഥാർത്ഥത്തിൽ ഉള്ള ആ നന്ദൻ. അപ്പം ഈ സഹോദരനായിട്ടാണ് ഇപ്പം ഒരു കിം ഹ്യൂം ഇപ്പം അഭിനയിക്കുന്നത്. ഈ ഒരു മേയറും പോയതിനു ശേഷമാണ് ഈ ഒരു കിം ഹ്യൂം കാണുന്നത്. തനിക്ക് വേണ്ട ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടാണ് മേയറും ഇവിടെ നിന്നും പോയത്. ഈ ഒരു സമയത്ത് മേയറും ആണെങ്കിൽ ആ ഒരു സിറ്റിക്കോടാണെങ്കിൽ നടന്നു പോവുകയായിരുന്നു. അപ്പം തനിക്ക് എന്തോ ഒരു സംശയം തോന്നി, തന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി മേയറും തിരിഞ്ഞു നോക്കുമ്പോഴാണെങ്കിൽ ഒരു മാസ്കും കാര്യങ്ങളെല്ലാം ഇട്ട ഒരാളാണെങ്കിൽ മേയറത്തിനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇത് കണ്ട് പേടിച്ചിട്ടാണെങ്കിൽ മേയറും അവിടെ നിന്ന് ഓടി അവളെ ജോലി ചെയ്തുകൊണ്ടിരുന്ന കടയിലേക്ക് വരികയാണ്. അവളെ ഫോളോ ചെയ്തിട്ടാണെങ്കിൽ ഒരു മാസ്കും കാര്യങ്ങളും ഇട്ട ഒരാളും വരുന്നുണ്ടായിരുന്നു. അപ്പം ഈ ഒരു മേയറും ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് നിറച്ച ആൾക്കാരുണ്ടായിരുന്നുകൊണ്ടാണെങ്കിൽ ഈ മാസ്ക് ധരിച്ച ആളാണെങ്കിൽ അവിടെ നിന്നും പോവുകയാണ്. പിറ്റേ ദിവസമാണെങ്കിൽ ഈ മേയറും അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു കിം ഹ്യൂമിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്. അപ്പം ഈ ജോസുവിനാണെങ്കിൽ സംശയം തോന്നിയ ആളാണെങ്കിൽ അവനാണെങ്കിൽ ഈ ഒരു ജോസു വരാതാണെങ്കിൽ ഇത് കിം ഹ്യൂം അവനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അപ്പം ഇത് കിം ഹ്യൂമിന് കിട്ടിയ കാര്യങ്ങളെല്ലാം വെച്ച് അവൻ്റെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം വെച്ച് ഈ പോലീസിന് അയച്ചു കൊടുക്കുകയാണ്. അതിന് ശേഷമാണെങ്കിൽ ഈ ഒരു മേയറുമാണെങ്കിൽ വീട്ടിലേക്ക് വന്നപ്പോഴാണെങ്കിൽ തൻ്റെ പറയുകയാണെങ്കിൽ അവൾ അറിയാതെ ഒരാൾ ഒളിച്ചും പത്തും ആ ഒരു വീടിനകത്തേക്ക് കയറി. അതാരാണ് എന്ന് വെച്ചാൽ ആ ഒരു വീടിൻ്റെ ഹൗസ് ഓണറാണ്. അപ്പം ഹൗസ് ഓണറാണെങ്കിൽ ഈ ഒരു മേയറത്തെ ഇവർ പിടിക്കാൻ തുടങ്ങിയ സമയത്താണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ചൂട് സോപ്പ് എടുത്ത് അവളാണെങ്കിൽ അവൻ്റെ മുഖത്തേക്ക് ഒഴിക്കുകയാണ്. അവിടെ നിന്നും ആ സമയത്ത് ഇറങ്ങി ഓടി. ഈ മേയറും ഇറങ്ങി ഓടുന്ന സമയത്താണെങ്കിൽ ഒരു മാസ്ക് ധരിച്ച ആളാണെങ്കിൽ ഇവിടെ പുറത്ത്
ഇവൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇവളെ കുറേ നേരം ഇട്ട് ഓടിച്ചിട്ടാണെങ്കിൽ ഇവിടെ പിടിച്ച് മയക്കുമരുന്ന് കൊടുത്ത് അവളെ മയക്കി തട്ടിക്കൊണ്ട് പോവുകയാണ്. പിറ്റേ ദിവസമാണെങ്കിൽ ഈ ഒരു കിം ഹിം ആണെങ്കിൽ അവൾ മാളിലിരുന്ന് പാട്ട് പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ സ്ഥിരം വരുന്ന സമയമായിട്ടും ഈ ഒരു മീറുമത്തെ കാണാത്തത് കൊണ്ടാണെങ്കിൽ ഒരു കിം ഹിം ആണെങ്കിൽ പോലീസിന് പരാതി കൊടുക്കുകയാണ്. പോലീസ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു ഡിറ്റക്റ്റീവിനാണെങ്കിൽ ഈ ഒരു കിം ഹിമിന് കാഴ്ചയുണ്ട് എന്ന് സംശയിക്കുകയായിരുന്നു. ഈ ഉടനെ തന്നെ ആണെങ്കിൽ ഈ ജോഫോനാണെങ്കിൽ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയാണ്. അപ്പം ഈ ഒരു അറസ്റ്റ് ചെയ്ത കാര്യം ഈ ഒരു കിംസു അറിഞ്ഞ ഉടനെ ആണെങ്കിൽ ഈ ഒരു കിംസു ഓർക്കുകയാണ് ഈ ഒരു ജോഫു ആണെങ്കിൽ പണ്ടാണെങ്കിൽ ഒരു കൊലപാതകത്തിനാണെങ്കിൽ ദൃക്സാക്ഷിയായിട്ടുണ്ടായിരുന്നു എന്നാണെങ്കിൽ ഈ ഒരു കിംസു ഓർക്കുന്നുണ്ട്. അപ്പം ഈ ഒരു കിംസു ഓർക്കുകയാണ് ഈ ഒരു ജോഫു അല്ല യഥാർത്ഥ കൊലപാതകി, വേറെ ആരോ ആണ് എന്ന് മനസ്സിലാവുകയാണ്. അടുത്ത ദിവസമാണെങ്കിൽ ഈ ഒരു കിംസു ആണെങ്കിൽ മാളിലായിരിക്കുന്ന സമയത്താണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന അത് ക്ലീനറിന്റെ വണ്ടിക്കകത്താണെങ്കിൽ അവളുടെ ഫോൺ ഇരിക്കുന്നത് കണ്ടു. അന്നേരം ഈ ഒരു കിംസുവിന് മനസ്സിലാവുകയാണ് ജോഫു അല്ല യഥാർത്ഥ കൊലപാതകി, ഈ ഒരു ക്ലീനറാണ് യഥാർത്ഥ കൊലപാതകി എന്ന് മനസ്സിലാവുകയാണ്. അപ്പം ഈ ഒരു ക്ലീനറെ ഫോളോ ചെയ്യാനായിട്ടാണെങ്കിൽ ആ ഒരു ക്ലീനറിന്റെ വണ്ടിക്കകത്ത് കയറുകയാണ്. അപ്പം ആ കയറുന്ന സമയത്താണെങ്കിൽ ആ ഒരു വണ്ടിക്കകത്താണെങ്കിൽ വേറെ ഒരു ബോഡിയും കൂടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം അതും കണ്ട് പേടിച്ചെങ്കിലും ആ ഒരു ക്ലീനറിന്റെ ഈ ഒളിത്താവളം എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ടാണെങ്കിൽ ഈ ഒരു ക്ലീനറാണെങ്കിൽ ഫോളോ ചെയ്യാനായിട്ട് ആ വണ്ടിക്കകത്ത് കയറി വിളിച്ചിരുന്നു. അങ്ങനെ ആ ഒരു കിംഫോ ആണെങ്കിൽ ആ ഒരു ക്ലീനറിന്റെ ഒളിത്താവളം കണ്ടെത്തുകയാണ്. അപ്പോൾ ആ ഒരു ഒളിത്താവളത്തിൻ്റെ അകത്തേക്ക് കയറിയപ്പോഴാണെങ്കിൽ മീറും അവിടെ കെട്ടിയിട്ടിരിക്കുന്നതാണ് കാണേണ്ടത്. അപ്പം മീറും പറയുന്നുണ്ട് നീ ഇങ്ങോട്ടേക്ക് വരില്ലേ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും കിംഫു അത് കാര്യമാക്കാതെ അങ്ങോട്ടേക്ക് കടന്നു വരികയാണ്. അപ്പം ഇത് എല്ലാം കണ്ടിട്ടാണെങ്കിൽ വളരെയധികം സമയം കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അന്നേരമാണെങ്കിൽ ആ ക്ലീനറാണെങ്കിൽ ഇത് കിംഫുവിനെ ആണെങ്കിൽ ആക്രമിക്കുകയാണ്. അപ്പം ഈ ഒരു കിംഫുവിനെ ആ ഒരു ക്ലീനറിൻ്റെ കയ്യിൽ നിന്നും രക്ഷിക്കാനായിട്ട് ഈ ഒരു ഇവളാണെങ്കിൽ ശ്രമിക്കുന്ന സമയത്താണെങ്കിൽ ആ ഒരു ക്ലീനറാണെങ്കിൽ ഇവളെ തള്ളി താഴത്തേക്ക് ഇടുകയാണ്. അന്നേരം താഴത്തേക്ക് ചാടുന്ന സമയത്താണെങ്കിൽ അവളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവളാണെങ്കിൽ ഒരു ചങ്ങല പിടിച്ച് വലിക്കുന്നുണ്ടായിരുന്നു. അന്നേരം ആ ഒരു ചങ്ങല ഒരറ്റം വന്ന് കുടുങ്ങുന്നതാണെങ്കിൽ ഇത് ക്ലീനറുടെ കഴുതയിലാണ്. അപ്പോൾ ഇത് ക്ലീനറുടെ കഴുത്താണെങ്കിൽ അത്ര ഞെരുങ്ങിയിട്ടാണെങ്കിൽ ആ ഒരു ക്ലീനർ അവിടെ നിന്ന് മരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സംഭവങ്ങളാണെങ്കിൽ ഇവർ രണ്ടുപേരും ആണെങ്കിൽ പോലീസിനെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. ആ ഉടനെ തന്നെ ആണെങ്കിൽ പോലീസുകാർ അവിടെ വരികയും അതെല്ലാം അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുകൂടാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായിട്ട് ഉടനെ വരാവുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ.